നമ്മുടെ ന്യൂ നിലമ്പൂർ ഫർണിച്ചർ ഷോപ്പിന്റെ വമ്പൻ ഓഫർ സെയിൽ നടക്കുന്നത് നിങ്ങൾ അറിഞ്ഞോ? ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയണ്ടേ? തേക്കിന്റെ സ്വന്തം നാടായ നിലമ്പൂർ, പൂക്കോട്ടുംപാടം സമീപം, തോട്ടേക്കാട്. പഠനങ്ങൾ കാലഘട്ടത്തിനനുസൃതമായിരിക്കണമെന്ന് പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ കാളികാവ് വാഫി ക്യാമ്പസ് ഉസൂലുദ്ദീൻ ഡിപ്പാർട്ട്മെന്റ് സംഘടിപ്പിച്ച 2 ദിവസം നീണ്ടുനിന്ന നാഷണൽ ഫിലോസഫി കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ പഠനങ്ങളും സെമിനാറുകളും സമൂഹ പുരോഗതിയിൽ വലിയ പങ്ക് വഹിക്കുന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമുക്ക് വിവേകം ഉണ്ടായി വന്നിട്ട് പഠിച്ച് മനസ്സിലാക്കി പുസ്തകം ബേസ് ചെയ്ത് പുസ്തക പുഴുക്കളായി മാറരുത് എന്നുള്ളതാണ്. ഒരു പുസ്തകം ക്ലാസ് പഠിക്കണം, പക്ഷെ വേറെ കുറേ പുസ്തകം ലൈബ്രറി എടുക്കുന്നുണ്ടാവും. പക്ഷെ ആ ലൈബ്രറി കിടക്കുന്ന പുസ്തകത്തിൽ നിന്ന് കുറേ അറിവ് കിട്ടുന്നുണ്ട്. ഈ പുസ്തകത്തിൽ നിന്നല്ല, ഈ പുസ്തകങ്ങളെ മാർക്ക് ബേസ് ചെയ്ത് മാത്രമേ ആ പുസ്തകം കിട്ടുള്ളൂ. പക്ഷെ പുറത്തുനിന്ന് പഠിക്കുന്ന പുസ്തകം ഉണ്ടെങ്കിൽ ലൈബ്രറിയിൽ വായിക്കണം, വായന ഉണ്ടാവും. അപ്പോഴേ വിവേകം ഉണ്ടാവുള്ളൂ, ബുദ്ധി ഉണ്ടാവുള്ളൂ, ചിന്തിക്കാനുള്ള, പ്രവർത്തിക്കാനുള്ള കാര്യങ്ങൾ ഗൗരവമായി, ഇന്ന കാര്യങ്ങൾ ഗൗരവമായി ചിന്തിക്കണം, പഠിക്കണം, അത് പ്രവർത്തിക്കണം, പഠിച്ചത് നടപ്പിലാക്കണം. ആ രീതിയിലേക്ക് സംവിധാനത്തിൽ നീക്കിക്കൊടുക്കണം. കാരണം ഇന്നത്തെ ചിന്തകന്മാരെ കുറിച്ചാണ് ഇവിടെ ഫിലോസഫർമാരെ കുറിച്ചൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ധാരാളം കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ചിന്തകന്മാരെ കുറിച്ച് പഠിക്കുകയും നമുക്ക് ചിന്തിക്കാനുള്ള കഴിവ് നാം ഉണ്ടാക്കിയെടുക്കണം. നാം ചിന്തകന്മാരായി മാറേണ്ട ആളുകൾ നാളെ, കാരണം ചിന്തകന്മാരുടെ ഇന്നത്തെ ചിന്തകന്മാർ നാളെ ഏർപ്പെട്ടാവില്ല. പുതിയ ഫിലോസഫർമാർ കയറി വരണം. അതിലേക്ക് നമ്മളും അവിടെ എത്തിപ്പെടണം. നമുക്ക് എത്തിപ്പെടാൻ കഴിവുണ്ട്, നമുക്ക് സാഹചര്യമുണ്ട്, നമുക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അതെല്ലാം ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ അതിനനുസൃതമായ രീതിയിൽ നമ്മൾ പഠിച്ചതെല്ലാം ഉപയോഗപ്പെടുത്തി നമ്മൾ ചിന്തിക്കുക, പ്രവർത്തിക്കുക, കാര്യങ്ങൾ ഗൗരവമായി വീക്ഷിക്കുക, ഓരോ കാര്യങ്ങൾ ഗൗരവമായി വീക്ഷിക്കുക. ഡോക്ടർ ജലീൽ വഫി അൽ ഹസരി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ മുഹമ്മദ് ഷെരീഫ് ടെക്നോളജി ബീയിങ് ആൻഡ് റിവീലിംഗ് ഫ്രം പോളിസിസ് ടു സ്റ്റാൻഡിംഗ് റിസർവ് എന്ന വിഷയത്തിലും ഡോക്ടർ ഷമീർ KS ആധുനികതയും ധാർമ്മിക ചിന്തയും അലാസ്റ്റെയർ മക്കിൻഡയറിൽ നിന്നുള്ള ചിന്തകൾ എന്ന വിഷയത്തിലും ക്ലാസ് എടുത്തു. മെഹ്ഫിലെ റൂഹ് എ സ്പിരിച്വൽ സിംഫണി എന്ന വിഷയത്തിൽ കൾച്ചറൽ ഈവനിങ്ങിൽ സൂഫി ഗായകൻ സമീർ ഭിൻസി നേതൃത്വം നൽകി. വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഷോർട്ട് ഫിലിമിന്റെ പ്രകാശനവും നടന്നു. വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു. മുഹമ്മദ് നൂർ ഫൈസി, മുഈനുദ്ദീൻ ഭഗവി, ഡോക്ടർ അയ്യൂബ് വാഫി, യാസീൻ വാഫി, റബി വാഫി, ഹാഫിസ് ബാസിൽ തുടങ്ങിയവർ പങ്കെടുത്തു. 2ാം ദിനം മുസ്ലിം ദൈക്ഷണിക പാരമ്പര്യം എന്ന വിഷയത്തിൽ AK രാമകൃഷ്ണൻ, തത്വശാസ്ത്രവും സംസ്കാരവും തകർക്കപ്പെടുന്ന ആധിപത്യങ്ങൾ എന്ന വിഷയത്തിൽ ഡോക്ടർ PK പോക്കർ, ഇസ്ലാം ഒരു വിമോചന ദൈവശാസ്ത്രം എന്ന വിഷയത്തിൽ ഡോക്ടർ അയ്യൂബ് വാഫി എന്നിവരും സംസാരിച്ചു. തൻസീഹ് റഹ്മാൻ വാഫി സ്വാഗതവും ഷാനിരുമ്പുഴി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാളികാവ്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.